അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് മുതലും? ആം, ആദ്യം ഇത് തുടങ്ങി വെച്ചത് മറ്റൊരു സ്റ്റോറി ഒഫീഷ്യൽ ടി വി സ്റ്റോറീസ് തുടങ്ങിയിട്ടാണ് പിന്നെ വന്ന് സ്പാമിങ് ആയത്. ഞാൻ പറയാം guys. അതായത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ KV കളിച്ചുകൊണ്ടിരിക്കുന്ന T47 എല്ലാ പ്ലേയേഴ്സും, അതിൽ എനിക്കൊന്ന് ഒസാക്ക ഒഴികെ ബാക്കി എല്ലാവരും ഇറങ്ങുകയാണ്. അത് ഇത്രേ ഉള്ളൂ. അതിൽ നിങ്ങളാരും വിഷമിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. വിഷമം ഉണ്ടെന്ന് അറിയാം, പക്ഷെ എങ്കിലും അതിൽ അവരോടൊരു ഹെയ്റ്റോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാനാണ് ആഗ്രഹം. ഈ പറയുന്നത് പോലെ എന്താണ് പറയാ, അവരെല്ലാരും പണ്ട് തൊട്ടേ T40 ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സ് ആണ് എല്ലാവരും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അവരുടെ പഴയ, എനിക്ക് തോന്നുന്നു അവരുടെ ലീഡറും കോ ലീഡേഴ്സും അങ്ങനെയുള്ള പഴയ പ്ലേയേഴ്സ് എല്ലാവരും തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് അതിന്റെ പേരിൽ ആർക്കും അവരോടൊരു ദേഷ്യം ഇതൊന്നും തോന്നണ്ട. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പോഴല്ല, എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇപ്പം ഗ്യാങ് നമുക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നമ്മളും ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കും. ഈ പറയുന്ന പോലെ എവിടാണോ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്നത് അവിടെ ഒരുമിച്ച് കളിക്കാനായിരിക്കും നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയപ്പോൾ അവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ തീരുമാനിച്ചു. അതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്കാണെങ്കിലും അങ്ങനെ തോന്നത്തുള്ളൂ. അതില് അവരോട് നമുക്ക് ആർക്കും ഇവിടെയുള്ള ആർക്കും അവരോട് ഒരു ദേഷ്യവും ഇല്ല. അവരിവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം ഇവരെല്ലാരും അവരെ എന്താ പറയാ, നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും സ്നേഹിച്ചതും കണ്ടതും എല്ലാം. അപ്പൊ അവര് പോകുന്നതിന്റെ ഒരു വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്നൊന്നും പറയത്തില്ല, എല്ലാവർക്കും നല്ലൊരു വിഷമമുണ്ട്. എങ്കിലും അവര് ഇപ്പൊ പറയാം, ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എവിടാണെങ്കിലും അവര് ഹാപ്പി ആയിട്ട് കളിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ അവർക്ക് ഇവിടെ ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ അവരെ നമ്മൾ വെറുതെ നിർബന്ധിച്ച് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സന്തോഷം നഷ്ടപ്പെടും. സന്തോഷം നഷ്ടപ്പെട്ട ആരായാലും പിന്നെ ഈ ഗെയിം നിർത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എവിടാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അവരവിടെ കളിക്കട്ടെ. അപ്പം അവരോട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയാം. അവരിവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം അവരുടെ 100% തന്ന ഈ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അവര് ഫുള്ള് എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ടാണ് നിന്ന് കളിച്ചിട്ടുള്ളത്. സോ അതിന് അവരോട് ഫസ്റ്റ് എല്ലാവരോടും ഇവരുടെ KVക്ക് വേണ്ടിയിട്ട് ഞാൻ താങ്ക്സ് പറയുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, അവരുടെ ഫ്യൂച്ചർ എൻഡവേഴ്സിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പം എല്ലാം നല്ല രീതിയിൽ പോട്ടെ. അത്രയാണ് മെയിൻലി പറയാനുള്ളത്. അത്രയൊക്കെ ഉള്ളൂ അല്ലേ മല്ലു? യെസ്, ഇതില് മറ്റേ ഒസാക്ക ഞാൻ വന്ന് പറയുന്നത് എന്താ തെറ്റിദ്ധരിക്കണ്ട. ഇവരെന്നോട് പറയാൻ പറഞ്ഞതിന്റെ പേരും ഞാൻ വന്ന് പറയുന്നതേ ഉള്ളൂ. അതിന്റെ പേര് ഇനി അടുത്ത തെറിവെന്ന് പറയല്ലേ, എവിടെയാലും സംസാരിക്കാനൊന്നും പറഞ്ഞു വരല്ലേ. അല്ല, അത് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ. അത് പറയാനുള്ള റേറ്റ് അപ്പൊ അവനുണ്ടല്ലോ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പറഞ്ഞത്. വെറുതെ ഇനി അവര് പേരും പറഞ്ഞൊന്നും ആരും പറയാൻ നിൽക്കേണ്ട. അത് എല്ലാരും ഇറങ്ങി. T47 വന്ന എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഒസാക്ക ഒഴിച്ച്. ഒസാക്ക ഇവിടെ ഉണ്ടാവും, പക്ഷെ കുറച്ചൊന്നും ഇനാക്റ്റീവ് ആയിരിക്കും. അവന് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അവന് എക്സാം കാര്യങ്ങളുണ്ട്. അപ്പൊ ഒസാക്ക ഒഴിച്ച് ബാക്കി T47 വന്ന എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഫെക്സർ ഇറങ്ങി. കാലിദ് എല്ലാരും ഇറങ്ങി. അവര് എല്ലാരും ഒരുമിച്ച് ഇറങ്ങും. ഒരാൾ ഇറങ്ങി വരുമ്പോ പിന്നെ എല്ലാരും ഒരാളായിട്ട് നിൽക്കില്ല. അവർക്ക് അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ ഇറങ്ങി. സോ അവരെല്ലാരും ഫെക്സറിന്റെ കേസ് അറിയോ? അവര് ഒരുമിച്ചാണോ അറിയത്തില്ല. അവന് ഇറങ്ങുക ഇനി അവർ തീരുമാനിച്ചിട്ട് ഫെക്സർ എന്തെങ്കിലും ഇതാക്കുമായിരിക്കും. ഫെക്സർ എനിക്ക് മെസ്സേജ് ആയിരുന്നു ഈ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അവൻ വേറെ കാര്യമാണ് പറഞ്ഞുള്ളത്. അവന് ബാക്കി വെറുതെ ഇതാക്കണ്ട. അവന് ഒന്ന് റിമോട്ട് കൊടുത്തേക്ക്. അവരുടെ എല്ലാരും ഇട്ട് കൊടുത്തേക്ക്. ഇതൊരു എന്തെങ്കിലും ഒരു നമ്മുടെ സൈഡിൽ ഒരു ഡിലേ വേണ്ട. എവിടെയാണല്ലോ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ അതേപോലെ മൊയിലു ഒരു അപ്ഡേറ്റ് പറയാൻ പറഞ്ഞായിരുന്നു. ഈ പറയുന്നത് പോലെ ഇവിടെ അവൻ കളിച്ചിരുന്ന സമയത്ത് അവൻ 100% കൊടുത്താണ് ഈ ഗ്യാങ്ങിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവന് തന്നെ കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തോ അല്ല, അതങ്ങനെ തന്നെ കേട്ടെ. കാരണം അന്ന് നമ്മളത് അവന് കൊടുക്കാൻ തന്നെ.
അതെ. അപ്പം അവന് തന്നെ കൊടുക്കാനാണ് നമുക്ക് ആഗ്രഹം. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാരും അവനെ ഒരു അനിയനെ പോലെ കണ്ടാണ് സ്നേഹിച്ചിരുന്നത്. ഉം. അപ്പം നമുക്കാർക്കും എന്താ പറയാ അവര് പോകുന്നതിന് വിഷമമുണ്ട്, ദേഷ്യമൊന്നുമില്ല ആരോടും. അപ്പം ആ ഒരു ഫണ്ട് മൊയ്ല് പറഞ്ഞു അത് അവന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ കേസ് അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹോക്കി അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹോക്കി എന്താ വെച്ചാൽ റിപ്ലൈ എന്താ വെച്ചാൽ പറയൂ കേട്ടോ. ഓക്കെ ഓക്കെ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ. ഉം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉം. Yes. അടുത്ത റിക്രൂട്ട്മെന്റ് എപ്പോഴാണെന്നാ ചോദിക്കുന്നത്. കഷ്ടങ്ങളാണിത്. ഇതെന്താടാ തുണി മാറുന്ന പോലെ അത് ആ റിക്രൂട്ട്മെന്റ് എടുക്കുന്നത്. സത്യം. ഇനിയിപ്പം ഇപ്പൊ ഒന്നും റിക്രൂട്ട്മെന്റ് ഇല്ല. ഞാൻ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം കഴിച്ചു. ഇപ്പം ഇവരുടെ സൈഡ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഇവിടെ ഉള്ള കെവിയുടെ ആൾക്കാരുടെ സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഏത് ഗ്യാങ് കെവി എന്നല്ല ഏത് ഗ്യാങ് ആണെങ്കിലും ആ ഗ്യാങ്ങിലോട്ട് എടുക്കുന്ന മെമ്പേഴ്സ് അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ എന്താ പറയാ നമ്മുടെ അനിയന്മാരായി കണ്ട് സ്നേഹിച്ചു തുടങ്ങും. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് കുറച്ച് പേര് പോകുമ്പം നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് നോക്കാം പിന്നീട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ എന്നാണ് കാസ്ട്രോ പറയാൻ പറഞ്ഞത്. പിന്നെ ഇനി അപ്പൊ മൊയ്ലു തന്നെ ഇദ്ദേഹത്തിനെ പറയുന്നതാണ് നല്ലത്. ചാടി പിടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോ ഇത് പോയോണ്ട് ഇനി ഒറ്റടിക്ക് 2 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ എടുത്താൽ മതി. പിന്നെ നമ്മുടെ പ്ലേയേഴ്സ് തന്നെ ഉണ്ട് കയറാനായിട്ട്, എല്ലാവരും വരാണ്ട്. എന്താ അതായത് ഇപ്പൊ ഉടനെ ഒന്നും കാണത്തില്ല. ഇച്ചിരി നല്ല അത്യാവശ്യം സമയം എടുത്ത് നോക്കാം. അതൊക്കെ പിന്നെ സംസാരിക്കുന്നത്. Yes. ഇപ്പൊ തന്നെ ചാറ്റിങ്ങിന് ചോദിക്കുമായിരുന്നു. ഈ ഒരു കാര്യം എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ നമ്മളല്ല കാസ്ട്രോ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാന്ന് കരുതി. വെറുതെ ഇനി അത് വെച്ച് ഡിലേ ആക്കണ്ട എന്ന് കരുതി. അപ്പൊ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നുമില്ല. അയ്യോ അയ്യോ, ചിലര് കർമ്മ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. മോനെ നീ കേട്ടിട്ടുണ്ടോ? കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഒരു ബൂമറാങ് ആണ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചു വരും എന്ന് മാത്രം. റെക്കോർഡ് ചെയ്ത് വെച്ചോ. പണ്ട് നമുക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, അല്ല പോലു കർമ്മയുടെ പറയുന്നു. സത്യം ഇതിനെല്ലാം ഒരു കാലചക്രം ഉണ്ട്, തിരിച്ചു വരും, അപ്പൊ മനസ്സിലാവും. ശരിവേ നമ്മള് പറഞ്ഞു ശരി. മൊയ്ലു ലൈവ് കണ്ടിന്യൂ ആക്കുക. അതായത് പോലെ കണ്ടില്ലേടാ, ബാക്കി എല്ലാവരും മേലോട്ട് വന്നേ. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പോ ചിൽ മെമ്മറീസ്. ഞാൻ ചിരിച്ച് ഞാൻ മറ്റേ അപ്പാവൻ പറയുന്ന ആരും പറഞ്ഞു കാസ്ട്രോ ചിരി പിടിച്ചിരിക്കുന്നു. എടാ പിന്നെ ഇനി സങ്കടപ്പെട്ട എന്താ കാര്യമുള്ളൂ? നമുക്കറിയാം, നമുക്കത് യൂസ് ടു ആയി. നമ്മള് ഈ ഒരു സ്റ്റേജൊക്കെ കടന്നു KVA. അതായത് നമുക്കറിയാം ഇപ്പോ പണ്ടത്തെ ഒരു ടൈം പീരീഡ് അല്ല. പണ്ട് നമ്മളൊരു ഫൺസ് എന്ന് പറഞ്ഞാൽ പണ്ട് ആലോചിച്ചു ഒരു ഗ്യാങ്ങിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോർ എവർ ആ ഒരു ഗ്യാങ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഡ്രസ്സ് മാറുന്ന പോലെയാണ് ആൾക്കാർ ഗ്യാങ് പറഞ്ഞത്. അപ്പോൾ അത് യൂസ് ടു ആയി. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അതായത് നമുക്കിതൊക്കെ ഓൾറെഡി ഇതായി. നമ്മള് ഇതേപോലെ പണ്ട് ഇപ്പോ മാലിക്ക് പോയ സമയത്ത്, അതിനുശേഷം പിന്നെ ക്വാർട്ടർ പോയ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഷോക്കായിരുന്നു. അല്ലെങ്കിൽ ഇവര് പോയ സമയത്ത്, അല്ലെങ്കിൽ പണ്ട് പപ്പടം അങ്ങനെയുള്ളത്. ഇപ്പൊ അതൊക്കെ ലൈക്ക് അത്രേ ഉള്ളത്. അതൊരു ഗ്യാങ് മാറുന്നു. ജസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് സൈഡായി ഇപ്പോൾ RP എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പ്ലേയേഴ്സ് ചേഞ്ച് ആവുന്ന പോലെ അവർ അടുത്ത ഗ്യാങ് നോക്കി പോകുന്നു, നോക്കി കയറുന്നു. അത്രേ ഉള്ളൂ. സോ അത് നമ്മുടെ ഒരു പാർട്ടായി. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പുതുമ അല്ലെങ്കിൽ ഇപ്പം ഇത്രയും ഇപ്പൊ കയറിയ T47 കയറിയ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ചാണ് ഇറങ്ങുന്നുള്ളത്. അതിലാകെ ഒസാക്ക മാത്രമാണ് അവന് ഇറങ്ങുന്നില്ല. ലൈക്ക് പക്ഷെ അവന് കുറച്ച് എക്സാമ്പിളെല്ലാം ആയിട്ട് ചെറിയ ഇതിലായിരിക്കും, അല്ലെങ്കിൽ അത്രയും ആക്റ്റീവ് ആയിരിക്കില്ല, ഇടയ്ക്ക് കയറും എന്നൊക്കെ പറഞ്ഞല്ലേ. ബാക്കി എല്ലാവരും ഇറങ്ങി. അതില് ബാക്കി ഇറങ്ങി എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരാൾ ഇറങ്ങുക പറയുമ്പോൾ, രണ്ടുപേരും ഇറങ്ങുക പറയുമ്പോൾ ബാക്കിയുള്ളവർ അവരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫ്രണ്ട്സ് പോലെ ഒരു ഗ്യാങ് പോലെയാണ്. അപ്പോൾ ആ ഗ്യാങ്ങിൽ 1-2 പേര് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്കും ആ ഒരു മൈൻഡ് സെറ്റ്, ലൈക്ക് അവരോട് ഒരുമിച്ച് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവരെത്തും. അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിയതായിരിക്കും ബാക്കിയുള്ളവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണ് ഏത് ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളത്. പിന്നെ വൺസ് ഇതേപോലെ ഒരു ഡബിൾ മൈൻഡ്, അതായത് ഇറങ്ങണോ പോണ്ടേ എന്നുള്ളൊരു ഡബിൾ മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിലും കാര്യമില്ല. ഞാൻ അടുത്തിപ്പോൾ ഫെക്സർ മെസ്സേജ് ഇപ്പോൾ അതാ പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ. അവന് ഇതാ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സീനില്ല, ഇറങ്ങിക്കോ. കാരണം
നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരാളെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അപ്പോൾ അതാണ് സംഭവം ഗൈസ്. ചില അത് എന്തായാലും കേട്ടോ അവരുടെ ഇഷ്ടമാണ് കേസ്. അവരെ ഓരോ ഗ്യാങ് ഏത് ഗ്യാങ് കയറുന്നുള്ള ആൾക്കാരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ ഇവർ പോയാലും നമ്മൾ ബാക്കി പ്ലേസ് എടുക്കാം. ഞാൻ ഇതേപോലെ അതായത് ഇനി ചാടി പിടിച്ചൊരു റിക്രൂട്ട്മെന്റ് ആവശ്യമില്ല. കാരണം നോക്കി കണ്ടും അത്രയും കമ്മിറ്റഡ് ആയി നിൽക്കാൻ പറ്റുന്നവർക്ക് മാത്രം നിൽക്കുന്ന രീതിയിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആൾക്കാർ കയറാറുണ്ട് കേസ്. ഇപ്പം ഇനിയിപ്പോൾ ക്യൂബൻ ഉണ്ട്, ഡ്രാഗൺ, മൊയൽജോഡ്, അങ്ങനെ എന്തോരം ആൾക്കാർ ഓൾറെഡി റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ വേറെ സ്ലോട്ടിന്റെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഇതൊന്നും ആകെ കുറച്ച് പേര് മാത്രം, 2-3 കുറച്ച് പേര് മാത്രമാണ് പിന്നെ എക്സ്ട്രാ എടുക്കേണ്ടി വരുള്ളൂ. വെർമിൻ, മാമച്ചൻ ഇവരൊക്കെ ഉണ്ട്. സോ പ്ലേയേഴ്സ് എല്ലാം ഉണ്ട്. സോ നമ്മൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവർ കയറാൻ താല്പര്യമുണ്ട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരുമിച്ച് എടുത്തത്. അവരായിട്ട് തന്നെ അത് ഒരുമിച്ച് ഇറങ്ങത്തും. സോ അവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ അവിടെ കേൾക്കാം പറഞ്ഞു. എന്നുവെച്ചാൽ ഞാനിപ്പോ ഈ ചാറ്റിൽ കുറെ ഇങ്ങനെ ഹെയ്റ്റ് ഉണ്ട്, പിന്നെ എന്നെ കുറച്ച് ഭയങ്കര ഇതാക്കിയിട്ടുള്ള സംഭവമൊക്കെ കണ്ട്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചെങ്കിൽ നമ്മള് എല്ലാരും ഒന്നിച്ച് കളിക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഇവിടെ കയറി തന്നെ. അപ്പൊ നമുക്ക് കയറിയപ്പോ വേറെ തോട്ടായിരുന്നു, പക്ഷെ ഇവിടെ കളിച്ച താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് അവരെ സർക്കിൾ തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവര് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കാരണം ഞാൻ തുടങ്ങിയിട്ട് ഒരു എന്നെ ഒരു ലെവലില് ആയത് എന്തായാലും 8x തന്നെയാണ്, T47. അപ്പൊ എനിക്കിത് പറയണം തോന്നി. കാരണം KVയോട് ഹേറ്റ് ഇല്ല എനിക്ക്, ഇപ്പൊ ആരോടും ഹേറ്റ് ഒന്നും ഇല്ല. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റൂല. എടാ ബാക്കി ആരെങ്കിലും പറയണ്ടടാ കളിത? എനിക്ക് നല്ല വിഷമമുണ്ട്. എല്ലാരായിട്ട് സെറ്റായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ കൂടെ ബാക്കി പണ്ട് ഇത്ര നാള് വർഷങ്ങളായിട്ട് കമ്പനി ഉള്ളവരുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണ മാത്രം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എല്ലാവരായിട്ട് സെറ്റായി വന്നു, എല്ലാവരായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് വന്നായിരുന്നു. ഇത്ര പറയാനുള്ളത് ഇപ്പൊ എത്ര ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല, അത്ര തന്നെ. പക്ഷെ കാരണം 1-2 വർഷം, ഇവരിപ്പോ 2-3 വർഷം എന്താ ഈ എടുക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കളിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു സർക്കിളിലാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല, ചിലപ്പോ പറഞ്ഞു മനസ്സിലാക്കിയവർക്ക് താങ്ക്സ്, അത്ര.